ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഞാൻ വാലന്റൈൻസ് ഡേയുടെ അന്ന് എടുത്തതാണേ, പക്ഷെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ആശ കൊണ്ട് പെട്ടെന്ന് ഒരു പനി പിടിച്ചു. കൂടെ എനിക്ക് നല്ല ജലദോഷവും തലവേദന. അങ്ങനെ ആകെ മൊത്തം ഒരാഴ്ച ഞങ്ങൾ അങ്ങോട്ട് കറങ്ങിട്ടോ. പിന്നീട് ഇപ്പോഴാണ് ഒന്ന് എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയത്. ഇപ്പോഴും സൗണ്ട് ഒന്നും വന്നിട്ടില്ല, എന്നാലും ഞാൻ വിചാരിച്ചു ഒന്ന് എഡിറ്റ് ചെയ്ത് ഇട്ടേക്കാന്ന്. അപ്പോൾ കണ്ടാലോ വീഡിയോ? ഞാൻ ഈ പാത്രം കഴുകാൻ ഈ ലിക്വിഡ് നോക്കണു. ഈ ലിക്വിഡ് കാണുന്നില്ല. ഇതെന്താ ഇവിടെ പരിപാടി? സോപ്പ് എടുക്കണം. എനിക്ക് പാത്രം കഴുകാനുണ്ട്. സിഗ്മ ബോയും ഷർട്ട് ഇവിടെ, ടീഷർട്ട് ഇവിടെ. ട്രൗസർ പൂരിപ്പോല്ല, അമ്പൂത് എടുക്കുക. എനിക്ക് പാത്രം കഴുകാനുണ്ട്. താത്ത ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചേ കുറച്ച് ദിവസമായിട്ട് ഞാൻ പയറിൻ്റെ വിത്ത് മുളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇന്നൊന്ന് തോരൻ വെക്കാമെന്ന് കരുതുന്നു. ഇത് ഇത്ര ആയിട്ടുണ്ട് വളർന്ന്. ഇന്നങ്ങ് പറിച്ചേക്കാമെന്ന് കരുതിട്ടോ. അത് കണ്ടില്ലേ, 3 ട്രേയിലാട്ടോ ഞാൻ വെച്ചേക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനിത് കുറച്ചുകൂടെ വലുതായിട്ട് ഷർട്ട് അല്ലേ സാറേ, ഷർട്ട് എടുത്തോളൂ സാറേ, ടീഷർട്ട് ഇട്ടിട്ടു. സത്യം പറഞ്ഞാൽ ഞാനിത് കുറച്ചുകൂടെ വലുതായിട്ട് കട്ട് ചെയ്യാൻ ഇങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ഇവിടെ ചൂടിന് നല്ല വെയിലായി തുടങ്ങി. വെയിലിന് നല്ല ചൂടായി തുടങ്ങി. അപ്പോൾ ഇനി ഇത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത്രയും പോലും കിട്ടില്ല. ഇത്രയും കഷ്ടപ്പെട്ടെന്ന് പറയാനുള്ള വലിയ കഷ്ടപ്പാടൊന്നുമില്ല. പക്ഷെ നമ്മളായിട്ടൊരു സാധനം ഇങ്ങനെ ഇങ്ങനെ ആക്കിക്കൊണ്ടിരുമ്പോൾ ഒരു സന്തോഷമല്ലേ ഇത് കാണുമ്പോൾ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇത്രയും ഒരു സ്റ്റേജ് ആയിട്ട് കണ്ടിട്ടേ ഇല്ല. നമ്മൾ നോർമൽ മുളപ്പിക്കില്ലേ തോരനൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു സ്റ്റേജ് വരെ മാത്രമേ ഞാൻ ഇതേവരെ കണ്ടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു ചെടി പരുവത്തിൽ കിട്ടുന്നത് ഇത് നമുക്ക് മണ്ണിന്റെ ആവശ്യമില്ല. ഇപ്പൊ മിക്കവർക്കും അറിയണ ഒരു കാര്യമാണ്. അപ്പൊ അറിയില്ലാത്തവരുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ ഫ്ലാറ്റിലൊക്കെ താമസിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ എടുക്കാം കേട്ടോ. കാരണം ഇതിന്റെ ഉള്ളിൽ ടിഷ്യൂ പേപ്പർ മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒരു ട്രേ എടുക്കുക, ടിഷ്യൂ പേപ്പർ ഒന്ന് വെക്കുക, ഒന്ന് നനച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ കുതിർത്ത ചെറുപയർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും മാറ്റം. പിന്നെ നമുക്ക് എന്നും രാവിലെയും വൈകിട്ടും നമ്മളൊന്ന് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കാം. ഇതിപ്പോ ഞാൻ വെച്ചിട്ടൊരു 1 വീക്ക് ഈ ഒരു ട്രെയിൽ നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ട്രെയിൽ ജസ്റ്റ് ഇങ്ങനെ ആയി വരണേ ഉള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്താ പറയുക ചെടികളാട്ടോ, നല്ല ഹെൽത്തി ചെടികളാണ്. പക്ഷേ ഈ ഒരു ട്രെയിൽ കുറച്ചൊന്ന് ഭയങ്കരമായിട്ട് എനിക്ക് തോന്നുന്നു നല്ല കാറ്റ് വന്നപ്പോൾ കർട്ടൻ വന്നിട്ട് ഇതിനകത്തേക്കൊക്കെ ഇങ്ങനെ പറന്നുകൊണ്ട് ഇതിങ്ങനെ കുറച്ച് ഒടിഞ്ഞ പോലെ ആയിപ്പോയി. ബട്ട് കുഴപ്പമില്ല, അതെ ഒരു ഡെക്കോർ പോലെയുണ്ട്. അപ്പോൾ എനിവേ ഇന്ന് ഞാൻ എന്താ ഇത് കട്ട് ചെയ്യാൻ പോവാണ്. പിന്നെ വാലന്റൈൻസ് ഡേ ആയിട്ട് എൻ്റെ കൈ കൊണ്ട് ഞാൻ മുളപ്പിച്ചെടുത്ത പുച്ഛം, അൾട്ടിമേറ്റ് ബാബു. അപ്പോൾ എൻ്റെ കൈ കൊണ്ട് ഞാൻ മുളപ്പിച്ച കുറച്ച് എന്താ പറയുക തോരനൊക്കെയാണ്. തോരനും വലിയ സംഭവമൊന്നുമില്ല. നമ്മൾ സാധാരണ ചെറുപയറിൽ നിന്ന് ഉണ്ടാക്കിയുള്ള ചെടി നല്ലൊരു സ്വീറ്റാണ്. ചെറുപയറിൽ നിന്ന് ഉണ്ടാക്കി മുളച്ചു വരുന്ന ഈ ചെടിക്കും അപ്പൊ അതിന് നല്ലൊരു സ്വീറ്റ് ഉണ്ടാവണമല്ലോ. സ്വീറ്റ് മീൻസ് മധുരമാണ് ഉദ്ദേശിച്ചത് അതോ പച്ചക്കൊക്കെ കഴിക്കാൻ നല്ല കേട്ടോ. കാരണം ഇത് യാതൊരുവിധ കെമിക്കൽസും ഓൺലി വാട്ടർ ആൻഡ് മൈ ലവ്. അപ്പോൾ കട്ട് ചെയ്യാം അല്ലേ, കട്ട് ചെയ്തെടുക്കാം. ഇതിങ്ങനെ തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇനിയും വളരുമെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും എനിക്ക് പ്രതീക്ഷയില്ല. കാരണം നല്ല ചൂടാണ്, വെയിലിന് ഭയങ്കര ചൂടാണ്. തുടങ്ങിയിട്ടേ ഉള്ളൂ ഇവിടെ, അപ്പോഴേക്ക് ചൂടായി. ഞാനെന്നാലും അത്ര ഇങ്ങനെ അടിയിൽ നിന്ന് കട്ട് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ അശ്വതി തരട്ടെ. ഓക്കെ, നമുക്ക് ഈ ഒരു ട്രേ കഴിഞ്ഞു. നമുക്ക് അടുത്ത ട്രേ കട്ട് ചെയ്യാം. ഇനി ആശു കട്ട് ചെയ്യും. കൈ ശ്രദ്ധിക്കട്ടോ. അങ്ങനെയല്ല ഒരു സ്നേഹത്തിൽ ഇട്ടു. ആശു നല്ല എന്താ പറയുക, ഒരു വാവ് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇത് ഓർഗാനിക് ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല മീൻസ് അതിനായിട്ട് ചില സമയത്ത് അരെ പറയില്ലേ, അത്ര ഒന്നുമില്ല അങ്ങനെ.
forest. This one was like small. ഒരു മിനി ഫോറസ്റ്റ് അല്ലേ അപ്പം? Yeah, like a mini only. നല്ല രസമുണ്ട്. It was like only like a mini forest, not like a huge forest like Amazon forest. Like a small forest, not like a 10,000 kilometer forest. That's like the rainforest, the Amazon rainforest. ആമസോൺ റെയിൻ ഫോറസ്റ്റിൻ്റെ പ്രത്യേകത എന്താ? നല്ല ബിഗ്. അവിടെ പോയി കഴിഞ്ഞാൽ എൻട്രൻസ് എവിടെയൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെ നല്ല ബിഗാണ്, പക്ഷെ അതിനെന്താ പറയുക? Amazon rainforest. ദ ലാർജസ്റ്റ്. The largest forest in the whole world. ഓക്കെ. അപ്പോൾ നമ്മൾ നമ്മളുടെ ചീര കട്ട് ചെയ്ത് ഇത്രയായി ആയി. ബാക്കിയൊക്കെ നമുക്ക് കുറച്ച് വെള്ളം തളിച്ച് വെച്ച് നോക്കാം അല്ലേ? നമുക്കിനി ഇത് തോരൻ വയ്ക്കാം. നമ്മൾ കഴുകി കഴിഞ്ഞപ്പോൾ ഇത്രേ ഉള്ളൂ. ഇനി ഇത് വെന്ത് കഴിയുമ്പോഴേക്കും ഇത്രയും പോലെ ഉണ്ടാവില്ല. ഇങ്ങനെ ചെയ്തിപ്പോൾ ഇത് ഇനി കട്ട് ഞാൻ ചെയ്യണില്ല കേട്ടോ, അങ്ങനെ തന്നെ ഇട്ട് വയ്ക്കാം. തോരനൊക്കെ വെച്ചു. അപ്പോൾ ഇന്ന് വാലന്റൈൻസ് ഡേ മാത്രമല്ല കേട്ടോ പ്രത്യേകത. ഇന്ന് ഞങ്ങളുടെ ആശിക്കുട്ടന് 5.5 വയസ്സായി. ഓഗസ്റ്റ് 14, ഫെബ്രുവരി 14. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ. 5 years and 6 months. ഇന്നലെ ഹരിയേട്ടൻ എനിക്ക് പൂ തന്നു. പിന്നെ എന്താ പറയുക, ഒരു മാല, നോർമൽ മാല, പിന്നെ ഒരു അത് not just a normal mala, but the most good mala in the world. It's like diamond mala. അത് വെറും മറ്റേ സാധാ സ്റ്റോണാടെ പോലെ Stone. നല്ല രസമുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് എന്താ പറയുക, അങ്ങനത്തെ മാലകളൊന്നും ഇടാൻ പറ്റില്ല. നല്ലൊരു അമ്മയ്ക്ക് അങ്ങനെ ഇച്ചിന്ന് വരും എനിക്ക്. പക്ഷെ അത് കാണാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനത് എടുത്തു വെച്ചു. പിന്നെ ഒരു ചെറിയ എന്താ പറയുക, ഒരു ചെറിയ ബാസ്ക്കറ്റിൽ പിന്നെ അതിനകത്ത് ഹാർട്ട് വന്നു. പിന്നെ കയ്യിലിടാൻ ഒരു ബ്രേസ്ലെറ്റ്. പിന്നെ 3 ഡയറി മിൽക്ക് എനിക്കല്ല കേട്ടോ, എനിക്കാണ്. അത് ആശു ഇന്നലെ വന്നപ്പോൾ കഴിച്ചില്ല, അപ്പം തന്നെ തീർത്തില്ല. പിന്നെ ദേ ഇപ്പോഴും തീർത്തില്ല. ഇനി ഒരെണ്ണം കൂടി ഇരിക്കുന്നുണ്ട്. അത് ആശു തൊടിയേ ഇല്ല കേട്ടോ. വായിലെന്താ പയറിൻ്റെ അല്ലയോ? ഓക്കെ. പിന്നെ റോസ് ഫ്ലവർ വന്നു കേട്ടോ. എന്നാൽ ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. ഇന്നത്തെ വിഭവങ്ങൾ ചോറും മീൻകറിയും നമ്മുടെ പയറല തോരനും. ഈ മീൻകറിയുടെ റെസിപ്പി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പേഴ്സണൽ ഫേവറേറ്റ് റെസിപ്പി ആട്ടോ നല്ല തേങ്ങ അരച്ച കറി. പിന്നെ നമ്മുടെ പയറല തോരനും. തോരൻ കഴിച്ചൊക്കെ ഇട്ടെന്ന് പറഞ്ഞേ. ഞാൻ ആദ്യമായിട്ട് കഴിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഒരു ചീരയൊക്കെ നമ്മൾ കഴിക്കുന്നതിന്റെ ആ ഒരു ചീര തന്നെയാണത്, പയറല. പക്ഷെ എന്നാലും പയറല്ല. അപ്പൊ നമുക്ക് ടേസ്റ്റ് പയറല കഴിച്ചിട്ടില്ല. ഇത് കഴിക്കുമ്പോൾ എക്സാക്ട്ലി ചീര കഴിക്കുന്ന ആ സെയിം ടേസ്റ്റ്, ചീരയുടെ ആ ഒരു ഇത് ടേസ്റ്റ് ഉണ്ട്. ശരി, മീൻകറി എങ്ങനെയുണ്ട്? മീൻകറി അത് കഴിക്കാൻ അത് പിന്നെ ആസ് യൂഷ്വൽ പറയേണ്ട ആവശ്യമില്ല. നല്ലതാണ്. താങ്ക് യു. ഞാൻ ആശു ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇതെന്താ നൂഡിൽസോ? ആളെയല്ല പോനെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടില്ല. പിള്ളേർക്കൊന്നും അങ്ങനെ ഇഷ്ടപ്പെടില്ല. മീൻകറി കഴിച്ചു നോക്കിയേ. അവന് ഇലക്കറികളൊക്കെ കഴിക്കണം. ആശുവിൻ്റെ അടുത്ത് ഞാൻ മീൻകറി അടിപൊളി. കറികൾ ഞാൻ ആശുവിൻ്റെ അടുത്ത് പ്രതീക്ഷിച്ചൊരു ഇത് തന്നെയാണ്. അപ്പോൾ ഇത് നമ്മളുടെ ഊണൊക്കെ തുടങ്ങി. നമ്മൾ പയറയിലൊക്കെ തോരൻ വെച്ചു. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. നമുക്ക് അത്ര കൊള്ളില്ല എന്ന് പറയാൻ പറ്റില്ല, എന്നാൽ നമുക്കൊരു വാവെന്ന് പറയാനും പറ്റില്ല. പക്ഷെ ഒരു സന്തോഷമുണ്ട്, നമ്മളായിട്ട് തന്നെ ഇത് നട്ട് ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഒരു സന്തോഷമുണ്ട്. എല്ലാവരും കേട്ടോ
ഒരെണ്ണം കാണാൻ പറ്റണില്ല. എന്നിട്ട് കഴിക്കുവാണ്. അപ്പോൾ ഹരിയാണ എനിക്കും കുഴപ്പമില്ല, പക്ഷെ ആശുവിന് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അല്ലേ? അതെനിക്ക് അറിയായിരുന്നു. നൂഡിൽസ് പോലെയുണ്ട്, എനിക്കറിയായിരുന്നു. കാരണം കുഞ്ഞുങ്ങൾക്ക് ഇലക്കറികളോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല. പക്ഷെ എന്ന് കരുതി കഴിക്കണം. കാരണം ഇല്ല ഹെൽത്തിയാണ്. നമ്മുടെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.